ഡയറ്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് എ വീഡിയോ ആണ്. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അതിന് ഫോളോ ചെയ്ത ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. 2 മാസം കൊണ്ട് 10 കിലോ ആണ്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാത്തൊരു സർപ്രൈസ് ഇരിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ കുറെ ആൾക്കാർ ചോദിച്ച ഒരു ആഗ്രഹം ഞാൻ നടത്തി തരാൻ പോവാണ്. അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ടുഡേയ്സ് വീഡിയോ. നമുക്ക് ഡയറ്റ് പ്ലാനിലോട്ട് പോകാം. ഡയറ്റ് പ്ലാനിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മോർണിംഗ് ഡ്രിങ്ക് ആണ്. മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് എടുത്തത് ലെമൺ സ്ക്യൂസ്ഡ് വെള്ളം തന്നെയാണ്. അതായത് നമ്മുടെ നാരങ്ങ വെള്ളം. ഈ വെള്ളത്തിൽ ഷുഗറോ സോൾട്ടോ ആഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ലെമൺ സ്ക്യൂസ്ഡ് വെള്ളമാണ്. നിങ്ങൾ ആപ്പിൾ സൈഡർ വിനീഗർ ആണ് കുടിക്കുന്നതെങ്കിൽ സ്ട്രോ ഉപയോഗിക്കുന്ന കാര്യം മറക്കരുത്. അത് നമ്മുടെ ടീത്തിനെ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ ലെമൺ സ്ക്യൂസ്ഡ് വാട്ടറിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലതാണ്. ഇതൊരു ലോങ് ടേം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 2 രീതിയിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാം, ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ ദിവസം തിളപ്പിച്ച വെള്ളത്തിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് മുമ്പത്തെ ദിവസം തിളപ്പിച്ച വെള്ളത്തിലാണ് ഞാൻ ലെമൺ സ്ക്യൂസ് ചെയ്ത് കുടിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്താണ് കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചെയ്യാം. പുള്ളിക്കാരി ചെറു ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്താണ് കുടിച്ചുകൊണ്ടിരുന്നത്. 1 ഗ്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്ലോലി അതിന്റെ ഇൻടേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ മോർണിംഗ് ഡ്രിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരുന്നത് 3 ഓപ്ഷൻസ് ആണ്. 1 റാഗി, 2 ബ്രോക്കൺ വീറ്റ്, 3 ഓട്സ്. ഓക്കെ. അപ്പൊ ഇവിടെ റാഗിയാണ് കൂടുതൽ ടൈമിലും ഉപയോഗിച്ചത്. റാഗി പുട്ട്, റാഗി ദോശ, റാഗി ഇഡ്ഡലി ഇങ്ങനെയുള്ള ഫോമിലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് റാഗി പുട്ടായിട്ട് തന്നെയാണ് കഴിച്ചതെന്നാണ്. അത് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു എന്ന്. ഈ റാഗി പുട്ടിന്റെ കൂടെ നമ്മൾ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, ഗ്രീൻ റോബസ്റ്റ പഴം. അതായത് നമ്മൾ രാവിലെ ഫ്രൂട്ട്സിൽ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്രൂട്ടിൽ അതായത് ഗ്രീൻ റോബസ്റ്റ പഴം അതിന്റെ കൂടെ പുട്ട് അങ്ങനെയാണ് കഴിച്ചത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ റോബസ്റ്റ പഴം ആദ്യം കഴിച്ചിട്ട് പുട്ടും അതിന്റെ കൂടെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കഴിക്കാം. ഏറ്റവും നല്ലത് കടലക്കറിയും അതുപോലെ പയറുകറിയൊക്കെയാണ്. കാരണം അതും പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട്, പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണി 8:30 കഴിച്ചു എന്ന് വെക്കാം. പിന്നെ നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പം വിശക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാം. ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും പറയുന്നത് ഗ്രീൻ റോബസ്റ്റ പഴം തന്നെയാണ്. ഒരു മാംഗോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാംഗോ എടുക്കരുത്, അതിൻ്റെ ഒരു ഹാഫ് എടുക്കുക. ആപ്പിൾ ആണെങ്കിൽ ഫുൾ ആപ്പിൾ നിങ്ങൾക്ക് എടുക്കാം. അതായത് നമ്മൾ കാലറി നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാലറി കൂടിയ ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഹാഫും, കാലറി കുറഞ്ഞതാണെങ്കിൽ അത് ഫുള്ളും നമുക്ക് കഴിക്കാം. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് വേണ്ട, ഡ്രൈ നട്ട്സ് ഇഷ്ടമെങ്കിൽ അതും കഴിക്കാം. ആൽമണ്ട് ഒരു 10 എണ്ണം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് നമ്മുടെ ബദാം പരിപ്പ്. ഇനി അടുത്തത് നമ്മുടെ ലഞ്ചാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ടൈമിലൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ലഞ്ചാണ്. ലഞ്ച് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ നമുക്ക് ബ്രൗൺ റൈസോ അല്ലെങ്കിൽ റെഡ് റൈസോ എടുക്കാം. പുള്ളിക്കാരി എടുത്തുകൊണ്ടിരുന്നത് ബ്രൗൺ റൈസ് ആണ്. ബ്രൗൺ റൈസിന്റെ ബെനിഫിറ്റ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലായിട്ട്. അപ്പോൾ ബ്രൗൺ റൈസ് ആണ് എടുത്തത്. അത് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ എടുക്കത്തുള്ളായിരുന്നു. അതൊരു പ്ലേറ്റിലെ ഏകദേശം 80% പച്ചക്കറികളോ അല്ലെങ്കിൽ പ്രോട്ടീനും ആയിരിക്കും. വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം റൈസ്. കാരണം റൈസ് തീരെ ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലേ, റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്. അവർക്ക് പറ്റിയൊരു ഡയറ്റും കൂടെയാണിത്. അത് വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ബ്രൗൺ റൈസ് നിങ്ങൾക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ റെഡ് റൈസ് എടുക്കാം. ബ്രൗൺ റൈസിനേക്കാളും നല്ലത് റെഡ് റൈസ് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ വെജിറ്റബിൾ നിങ്ങൾ സാലഡ് തന്നെ കഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് അവിയൽ ഫോമിൽ അല്ലെ തോരൻ ഫോമിലൊക്കെ എടുക്കാം. തോരൻ ഉണ്ടാക്കുമ്പോൾ അല്ലെ അവിയൽ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ടിന്റെ അളവ് ലേശം ഒന്ന് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എണ്ണ താളിക്കൽ പരിപാടി ഒന്നും ചെയ്യരുത്. വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നിങ്ങൾ ഫിഷ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫിഷ് കറി നല്ലതാണ്. കറി കുറച്ചിട്ട് അതിനകത്ത് കഷ്ണം കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫിഷ് കഴിക്കുന്ന സമയത്ത് അത് ഗ്രില്ല് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തോ കഴിക്കുക. ഡീപ് ഫ്രൈ ചെയ്യരുത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ലഞ്ചിൽ ശ്രദ്ധിക്കാൻ വേണ്ടി. ഇനിയും അടുത്തതെന്ന് വെച്ചാൽ ലഞ്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ടിലോട്ട്
പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നട്ട്സ് ഓപ്ഷനിലിട്ട് പോകാം. കാലറി ചെക്ക് ചെയ്ത് വേണം ചെയ്യാൻ, അത് മറക്കും. പിന്നെ നമ്മുടെ ഡിന്നറാണ്. ഡിന്നർ പുള്ളിക്കാരി കഴിച്ചുകൊണ്ടിരുന്നത് ഒരു 6:30 to 7 ഓക്കെ. അപ്പൊ ഇവിടെ എടുത്തതെന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡിന്നറാണ്. അതായത് മുട്ടയാണ് ബേസിക്കലി എടുത്തത്. ഒരു മുട്ട ഫുള്ളും ഒരു മുട്ട വൈറ്റും മാത്രമായിട്ട് എടുത്തു. പിന്നെ ഒരു പഴവുമാണ് ഇതിൻ്റെ കൂടെ കഴിച്ചത്, അതായത് ഗ്രീൻ റോബസ്റ്റ പഴമാണ് കഴിച്ചത്. പിന്നെ ഇടയ്ക്ക് ബോറടിക്കുന്ന സമയത്ത് എഗ്ഗ് പല രൂപത്തിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ സോസേജ് നല്ല ഡീപ് ഫ്രൈ ഒന്നും അല്ല, ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഫിഷ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഫിഷ്, അതിൻ്റെ കൂടെ കുറച്ച് പയറ് മുളപ്പിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സലാഡോ കഴിക്കാവുന്നതാണ്. ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിക്കൻ ബ്രസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആണ്, അതിന് കാർബ്സ് കണ്ടന്റ് കുറവാണ്. സോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഇത് ഞാൻ പറഞ്ഞതുപോലെ ഗ്രില്ല് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ കറി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അപ്പം ഡിന്നർ നമ്മൾ 7 മണിക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഡിന്നർ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ഡേ തുടങ്ങുമ്പോൾ നമ്മുടെ മെറ്റബോളിസം വളരെ കൂടുതലായിരിക്കും, ഡേ അവസാനിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം വളരെ കുറവുമായിരിക്കും. അപ്പം നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടീ അവിടെ കുടിക്കാൻ പറയുന്നത്. നമ്മൾ കിടക്കുന്നതിന് ഒരു 4-5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. അപ്പം ഇത്രയാണ് ബേസിക്കലി ശ്രദ്ധിച്ചത്. പിന്നെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ടീ ലവർ ആയിരുന്നു. സോ ടീ റീപ്ലേസ് ചെയ്തത് ഗ്രീൻ ടീ വെച്ചിട്ടാണ്. പിന്നെ ഒരു നേരം മിൽക്ക് ടീ കുടിക്കുമായിരുന്നു, അത് വിത്തൗട്ട് ഷുഗർ ആയിരുന്നു കുടിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, ഇവിടെ യൂസ് ചെയ്ത സ്കിം മിൽക്ക് ആണ്, അല്ലാതെ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള കൊഴുപ്പുള്ളതല്ല. നിങ്ങൾക്ക് അത് മേടിക്കാൻ അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പശുവിൻ പാല് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അവിടെ നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഷുഗർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പാം ജാഗ്രി, അതായത് നമ്മുടെ കരിപ്പെട്ടിയുടെ ഷുഗർ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പാം ജാഗ്രി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചായക്കകത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുക. നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുക. ഡിന്നർ ടൈമിൽ, അതായത് നമ്മുടെ ലാസ്റ്റ് മീൽ, അല്ലെങ്കിൽ 4 മണിക്ക് ആ ഒരു കഴിക്കുന്ന ആ ഒരു ടെൻഡൻസി ഒന്നും ഒഴിവാക്കുക. 4 മണിക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് അവിടെ പുള്ളിക്കാരി 4 മണിക്കൊന്നും കഴിക്കത്തില്ല, എന്നൊരു ഗ്രീൻ ടീ വെള്ളം കുടിക്കും, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നട്ട്സോ എന്തെങ്കിലും എടുക്കും. അങ്ങനെ ലൈറ്റായിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് ഡിന്നറിലോട്ട് തന്നെ പോകാം. കാരണം ഡിന്നർ നമ്മുടെ ഏർലി ആണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. പിന്നെ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു. വൈകിട്ടാണ് എക്സസൈസ് ചെയ്തത്. നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 എക്സസൈസ് ആണ് പുള്ളിക്കാരി ഈ ഒരു 2 months കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു സർജറിയുടെ ഭാഗമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അപ്പം വിത്തിൻ എ ലിമിറ്റഡ് ടൈമിൽ വേണമായിരുന്നു ചെയ്യാൻ. അതാണ് 2 months കൊണ്ട് 10 kg ഈ ഒരു ഡയറ്റിലൂടെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ സക്സസ്ഫുള്ളി ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എഗെയിൻ ഈ ഒരു സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടിയ വെയിറ്റ് പുള്ളിക്കാരുടെ 77 ആയിരുന്നു കേട്ടോ. അപ്പം സർജറി ആവുന്ന സമയത്ത് അത് 66 എത്തിക്കാൻ സാധിച്ചു. അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കാനാണ്, അത് കുറച്ചെടുത്തു, വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുള്ളിക്കാരുടെ ലൈഫിൽ പുള്ളിക്കാരി കൊണ്ടുവന്ന ചേഞ്ചസ്. ആസ് ഐ സെഡ്, എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ് അനുസരിച്ച് നമ്മൾ കുടിച്ചിരിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെൻഷൻ ചെയ്യുന്ന വീഡിയോയുടെ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇവിടുത്തെ ഐ ബട്ടണിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാം. അതായത് ഇപ്പോൾ എക്സസൈസ് ഞാൻ മെൻഷൻ ചെയ്യുമ്പോൾ ആ എക്സസൈസിന്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം. അവിടെ പോയി പാർട്ട് 1 പാർട്ട് 2 എക്സസൈസ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളൊരു ടീനേജർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ടിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കുറച്ചെടുക്കാം. വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു ഗുഡ് ന്യൂസ് പറയാന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി വാട്സപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് പറയാമോ, വാട്സപ്പ് നമ്പർ തരാമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിന്റെ നമ്പർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം വാട്സപ്പ് തന്നെ വേണമെന്നില്ല, ഇൻസ്റ്റയിലും ഞാൻ ആക്റ്റീവാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, ഫേസ്ബുക്കിൽ അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൽ വഴി നിങ്ങൾക്ക് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമന്റ് സെക്ഷനിലും ചോദിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പരിഗണിക്കുക. പിന്നെന്താ, once again thank you so much for watching this video.